അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയണത് ഞാനൊരു കമൻറ്റ് കണ്ടിരുന്നു. എനിക്ക് സ്കില്ലുണ്ട് പക്ഷേ എന്താ വർക്ക് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ചിന്തിക്കണം. നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്. പെട്ടെന്ന് ഒരാൾ നിങ്ങളെ അപ്രോച്ച് ചെയ്തു. ഞാനൊരു ഫ്രീലാൻസറാണ്. ഞാൻ എന്താ പറയുക ബ്രാൻഡിങ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ലോഗോ ഡിസൈൻ ചെയ്ത് കൊടുക്കും. അതല്ല ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫ്രെയിം വർക്കാണ് അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ് ആണ് ഞാനത് ചെയ്ത് കൊടുക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമോ ആ വ്യക്തിനെ? ഇല്ല. എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക? അവൻ്റെ മുമ്പത്തെ വർക്ക് കാണണം അല്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് അതിൽ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക? വർക്ക് കിട്ടിയാലേ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത ചോദ്യം. അത് ഞാൻ പറഞ്ഞു തരാം. വർക്ക് ഒന്നുമില്ല, സീറോ ആണ്. സ്റ്റാർട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? ബീറ്റ പ്രോജക്റ്റ് എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് എന്താണ് ബീറ്റ പ്രോജക്റ്റ് എന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു വർക്ക് എടുക്കുക. ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക ചിത്രം വരയ്ക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ എന്താ പറയുക പോസ്റ്റർ ഡിസൈനറാണ്, അല്ലെങ്കിൽ ട്രെയിലർ വീഡിയോ എഡിറ്റർ. നമുക്ക് തൊട്ട് വീഡിയോ എഡിറ്റിംഗ് എടുക്കാം. വീഡിയോ എഡിറ്റർ ആണ് എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കുറച്ച് വീഡിയോ ആദ്യം എഡിറ്റ് ചെയ്യുക. ഒരു 10 വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരു വീഡിയോ രീതിയിൽ എഡിറ്റ് ചെയ്ത് സംഭവം വെക്കുക. എന്നിട്ട് നിങ്ങൾ പ്രോസ്പെക്റ്റ് ചെയ്യുന്ന ക്ലയൻറ്റ് അത് ആരാണോ, ഇപ്പോൾ നിങ്ങൾ യൂട്യൂബറാണ് റീച്ച് ഔട്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് യൂട്യൂബർക്ക് ആരെയാണ് വേണ്ടത്? ഒരു വീഡിയോ എഡിറ്റർ ആവശ്യം വരും. അപ്പോൾ നിങ്ങളൊരു യൂട്യൂബർ റീച്ച് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ യൂട്യൂബർ ആദ്യം നോക്കുക, അവൻ്റെ വീഡിയോ ആ വ്യക്തി എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അതിനെക്കാട്ടിലും നന്നായിട്ട് നിനക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു എഡിറ്റ് ചെയ്ത വീഡിയോ ആയിട്ട് നീ റീച്ച് ഔട്ട് ചെയ്യുക. അങ്ങനെ റീച്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂട്യൂബർ എന്താ വിചാരിക്കുക, അപ്പോൾ നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട്, ഇനി അവൻ്റെ പ്രൈസിങ് എന്താണെന്ന് തോന്നുക. അപ്പോൾ നമ്മുടെ സർവീസ് എന്താണെന്ന് ആദ്യം ക്ലയൻ്റ് അവിടെ കണ്ടു. ആ ക്ലയൻറ്റിന് ഓൾറെഡി അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് അടുത്ത സ്റ്റെപ്പ് പ്രൈസിങ് ചോദിക്കുന്നത്. ഓക്കെ ഇല്ലേ? ആ സമയത്ത് നിങ്ങൾക്ക് പറയാം, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ ചെയ്ത വർക്ക് തന്നെയാണ്, എനിക്കൊരു ബീറ്റ പ്രോജക്റ്റാണ്. ബീറ്റ പ്രോജക്റ്റാന്ന് ഒരിക്കലും ഒരു ക്ലയൻ്റ് അടുത്ത് പറയരുത്. നിങ്ങൾ പറയുക, ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാം, എനിക്ക് നിങ്ങളുടെ ടെസ്റ്റിമോണിയൽസ് വേണം. ആ ഒരു കാര്യം പറയുക. വീഡിയോ ടെസ്റ്റിമോണിയൽ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് ആ ക്ലയൻറ്റിൻ്റെ ടെസ്റ്റിമോണിയൽസ് നമ്മൾ വാങ്ങിയെടുക്കുക. അതിനുശേഷം നിങ്ങൾ പ്രൈസിങ് ചെയ്യുമ്പോൾ 80% ഓഫർ കൊടുക്കണം. അതായത് 20%ലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ പ്രൈസിന് വേണ്ടിയല്ല, ടെസ്റ്റിമോണിയൽസിന് വേണ്ടിയാണ്. അങ്ങനെ നിങ്ങൾ പല ക്ലയൻറ്റിൻ്റെ അടുത്തായിട്ട് പോകുക. അങ്ങനെ ഒരു 10 ക്ലയൻറ്റിൻ്റെ അടുത്ത് 80%നോ 50%നോ 80% വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു 10 രീതിയിലൊരു ടെസ്റ്റിമോണിയൽസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇതെല്ലാം നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഈ ടെസ്റ്റിമോണിയൽസിൻ്റെ ഇത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് നിങ്ങളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ വെബ്സൈറ്റിൽ ഈ ടെസ്റ്റിമോണിയൽസിൻ്റെ ലിങ്ക്സ് അതെല്ലാം ആ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുക ടെസ്റ്റിമോണിയൽസ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ പോർട്ട്ഫോളിയോ ആയി. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ക്ലയൻ്റ് അടുത്തും പറയുക, ഇനിയിപ്പോൾ 50% ഓഫറാന്നുള്ള രീതിയിൽ പറയുക. കാരണം നമ്മുടെ ബീറ്റ പ്രോജക്റ്റേ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മളിപ്പോഴും എന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിംഗ് ഇറങ്ങി അത്രയും ഒരു എന്താ പറയുക, നമുക്കൊരു ബ്രാൻഡിങ് ആ രീതിയിലായിട്ടില്ല. അപ്പോൾ നമ്മൾ 50% ഓഫർ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അതിലൊരു 10 എണ്ണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി നല്ലൊരു ബാക്ക്ഗ്രൗണ്ടായി. അതിനുശേഷം നിങ്ങൾ എന്താ പറയുക 20% ഓഫറിൽ കാര്യങ്ങൾ കൊണ്ടുപോവുക. അതിനുശേഷം നമ്മൾ എന്താ പറയുക നോർമലായിട്ടുള്ള 100% എന്താണോ മാർക്കറ്റ് പ്രൈസ് ആ പ്രൈസിലേക്ക് പോവുക. ഇതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം എടുക്കും. കാരണം നല്ല ഔട്ട്പുട്ട് നിങ്ങൾക്ക് ആ ഓരോ ടെസ്റ്റിമോണിയൽസിനും കിട്ടണമെങ്കിൽ, നല്ല റിസൾട്ട് ആ ടെസ്റ്റിമോണിയൽസിന് കിട്ടണമെങ്കിൽ നല്ല സർവീസ് നമ്മൾ ചെയ്തേ പറ്റൂ. അപ്പോൾ നിങ്ങളുടെ ടെസ്റ്റിമോണിയൽസ് കിട്ടി. ആദ്യം എന്താ ചെയ്യേണ്ടത്? ബീറ്റ പ്രോജക്റ്റ് എടുക്കുക. അതിനുശേഷം ടെസ്റ്റിമോണിയൽസ് വാങ്ങുക. അതിനുശേഷം 50% 25% ആ രീതിക്ക് പോവുക. വർക്ക് കിട്ടും. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് വർക്കേ കിട്ടുന്നില്ല, ബീറ്റ പ്രോജക്റ്റും കിട്ടുന്നില്ല എന്നുള്ള സ്ഥിതിക്കാണെങ്കിൽ അതിന് ചാൻസസ് ഇല്ല. അപ്പോൾ അതിന് വേണ്ടി ബീറ്റ പ്രോജക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പോലും വർക്കില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ നിങ്ങൾ സ്വയം വർക്ക് ചെയ്ത് നിങ്ങൾ അത് തന്നെ ഒരു പോർട്ട്ഫോളിയോ ആക്കിയിട്ട് കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ആദ്യം നിങ്ങളെ പ്രസൻറ്റ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പഠിക്കണം. നമ്മളെപ്പോഴും നോ എന്ന റിപ്ലൈക്ക് എപ്പോഴും പ്രിപ്പയർ ആയിട്ടിരിക്കണം. അതിനുശേഷം ആ നോ എങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ എങ്ങനെ ഒരു എന്താ പറയുക ഫസ്റ്റ് ക്ലയൻറ്റിനെ കിട്ടുക എന്നുള്ള രീതിക്ക് പറഞ്ഞു തന്നു.
ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. എന്താ പറയുക, ഡയറക്റ്റ് റീച്ച് ഔട്ട് ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഒരുപാട് ക്ലയൻസ് കിട്ടും. ശരി, ക്ലയൻസ് കിട്ടും. പക്ഷെ അതൊരിക്കലും 100% അക്സെപ്റ്റ് ആവില്ല. നിങ്ങൾക്ക് ആ ക്ലയൻറ്റ് ഓൺ ബോർഡ് ചെയ്യാൻ പറ്റില്ല. ഓൺ ബോർഡ് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് ടെസ്റ്റിമോണിയൽസ് അത്യാവശ്യമാണ്, പോർട്ട്ഫോളിയോ അത്യാവശ്യമാണ്. ഏത് ക്ലയൻ്റ് ആണെങ്കിലും, ഏത് സർവീസ് ആണെങ്കിലും. ഇതിപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ്ങോ അതല്ല കോൺട്രാക്റ്റോ ഏത് വർക്കോ ആയിക്കോട്ടെ, ഇത് അത്യാവശ്യമാണ്. ഫസ്റ്റ് വർക്ക് ഓൺ യുവർ ബീറ്റ പ്രോജക്റ്റ്, ദെൻ മൂവ് ഓൺ. ആ രീതിക്ക് പോവുക. അപ്പോൾ അതാണ് ആ ചോദ്യത്തിനുള്ള മറുപടി. അപ്പോൾ ഇനി ഇതേപോലത്തെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, അതനുസരിച്ചുള്ള റെസ്പോൺസായിട്ട് ഞാൻ വരും. അതാണ് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത ടോപ്പിക്കായിട്ട് ഇനി വരാം.